18ാം ലോക്സഭയുടെ സ്പീക്കറെ ഉടൻ തെരഞ്ഞെടുക്കും. കഴിഞ്ഞ തവണത്തെ സ്പീക്കർ തന്നെ ഓം ബിർളയെ തന്നെയാണ് ബിജെപി സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. NDA സഖ്യകക്ഷികളും ഈ തീരുമാനത്തെ അംഗീകരിച്ചിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷാണ് മലയാളിയായ മാവേലിക്കര MP ആയ കൊടിക്കുന്നിൽ സുരേഷാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. എന്നാൽ തങ്ങളുമായി ചർച്ച നടത്താതെയാണ് ഈ തീരുമാനം എന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ പരാതിയാണ്. ഇപ്പോൾ പാർലമെന്റിൽ ലോക്സഭാ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ദൃശ്യങ്ങൾ കാണാം. പ്രധാനമന്ത്രി അടക്കം അവിടെ എത്തിയിട്ടുണ്ട്. माननीय सभासदों, माननीय अध्यक्ष जी, Honorable members, the Secretary General will now call the names of the members who have not taken oath or affirmation. Jammu and Kashmir, Shri Abdul Rashid Sheikh. Kerala, Shri Shashi Tharoor. Punjab, Shri Amritpal Singh. West Bengal, Shri SK Nurul Islam. Next. Shri Adhikari Deepak Dev. নমস্কার, আমি দীপক অধিকারী দেব লোকসভার সদস্য নির্বাচিত হইয়া ঈশ্বরের নামে শপথ করিতেছি যে আমি বিধি দ্বারা প্রতিষ্ঠিত ভারতের সংবিধানের প্রতি প্রকৃত বিশ্বাস ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও সংহতি রক্ষা করিয়া চলিব এবং যে কর্তব্যভার আমি গ্রহণ করিতে চলিয়াছি তা আমি বিশ্বস্তভাবে নির্বাহ করিব। ঘাটাল লোকসভা কেন্দ্রের প্রত্যেকটা মানুষকে ধন্যবাদ আমাকে 3 বারের জন্য জিতানোর জন্য। লোকসভা কেন্দ্রের প্রত্যেকটা মানুষকে ধন্যবাদ আমাকে 3 বারের জন্য জিতানোর জন্য। জয় হিন্দ, জয় বাংলা। ধন্যবাদ। Shri Shatrughan Prasad Sinha. രാകേഷ്, ലോക്സഭയിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. നടപടിക്രമങ്ങളുടെ എങ്ങനെയാണ് നടപടിക്രമങ്ങൾ നടക്കുക? ഇനി ഈ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയാവുന്ന മുറയ്ക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമോ? സജിത്ത്, ഇപ്പോൾ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് നടക്കുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്. അന്ന് സത്യപ്രതിജ്ഞ ചെയ്യാത്ത അംഗങ്ങളാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിനുശേഷം സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും. മൊത്തം 16 പ്രമേയങ്ങളാണ് പരിഗണനയിലുള്ളത്. അതായത് ഓം ബിർളയ്ക്കായി 13 പ്രമേയങ്ങൾ, കൂടാതെ കൊടിക്കുന്നിൽ സുരേഷിനായി 3 പ്രമേയങ്ങൾ, ഇങ്ങനെ 16 പ്രമേയങ്ങൾ പരിഗണനയിലുണ്ട്. ഏതായാലും ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും പ്രമേയം മുന്നോട്ട് വയ്ക്കുക. ആ പ്രമേയത്തെ രാജ്നാഥ് സിംഗ് പിന്താങ്ങും എന്നാണ് ഇപ്പോൾ NDA നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അതിന് മേളിൽ ഒരു വോട്ടെടുപ്പ് നടക്കും. ആ പ്രമേയം പാസ്സാവുകയാണെങ്കിൽ മറ്റ് പ്രമേയങ്ങൾ പരിഗണിക്കില്ല. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ NDAക്ക് കൃത്യമായ അംഗബലമുണ്ട്. 542 നിലവിൽ ലോക്സഭയുടെ അംഗബലം. അതായത് രാഹുൽ ഗാന്ധി വയനാട്
അംഗത്വം ഒഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 542 പേരാണ് ഇപ്പോൾ ലോക്സഭാ അംഗങ്ങളായുള്ളത്. 271 പേരുടെ വോട്ടുകൾ ലഭിച്ചാൽ ഓം ബിർളയ്ക്ക് ലോക്സഭാ സ്പീക്കറായി വിജയിക്കാൻ കഴിയും. ഏതായാലും 293 പേർ NDAക്ക് പിന്തുണയുണ്ട്. ഇതിന് പുറമെ YSR കോൺഗ്രസ് 4 അംഗങ്ങളുണ്ട്. അവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓം ബിർളയ്ക്ക്. ഒപ്പം ശിരോമണി അകാലിദളിന്റെ പിന്തുണയുണ്ട്. മേഘാലയയിൽ നിന്നുള്ള പീപ്പിൾസ് വോയിസ് പാർട്ടിയുടെ പിന്തുണയുണ്ട്. അങ്ങനെ 307 പേരുടെ പിന്തുണയുണ്ട് എന്നൊരു അവകാശവാദമാണ് ഈ അവസാന നിമിഷം NDA അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും മല്ലികാർജ്ജുൻ ഖർഗെ അല്പം മുമ്പ് പ്രതികരിച്ചത് അവസാന നിമിഷം പോലും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുമെന്ന് പ്രതീക്ഷിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് പക്ഷേ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറായില്ല സർക്കാർ എന്ന പ്രതികരണമാണ് ഖർഗെയുടെ ഭാഗത്ത് നിന്ന് അല്പം മുമ്പുണ്ടായത്. അദ്ദേഹം ലോക്സഭാ അംഗമല്ല, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ ഖർഗെ സൂചിപ്പിച്ച കാര്യം പ്രതിപക്ഷം വോട്ടെടുപ്പിന് തയ്യാറാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ത്യ സഖ്യത്തിനുള്ളത് 236 അംഗങ്ങളുടെ പിന്തുണയാണ്. പക്ഷേ ഇതിൽ ചില അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ 230 പേരെങ്കിലും ആകാനുള്ള സാധ്യതയാണ് ഇന്ത്യ സഖ്യത്തിന്റെ നിലവിലെ അംഗബലം. ഏതായാലും ആ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമമായിരിക്കും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നടക്കുക. തൃണമൂൽ കോൺഗ്രസ് നേരത്തെ ചില പരാതികൾ അവരുമായി കൂടിയാലോചിച്ചില്ല എന്നടക്കമുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും രാഹുൽ ഗാന്ധി മമതാ ബാനർജിയുമായി ഫോണിൽ സംസാരിച്ചു. അതായത് തൃണമൂൽ കോൺഗ്രസ് കൊടിക്കുന്നിൽ സുരേഷിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും കിരൺ റിജിജു ഇന്ന് രാവിലെയും വ്യക്തമാക്കിയത് അവസാന നിമിഷമെങ്കിലും പ്രതിപക്ഷം പിന്നോട്ട് പോകാൻ തയ്യാറാകണം. ആദ്യം ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കട്ടെ, അതിനുശേഷം മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ്. പക്ഷേ പ്രതിപക്ഷം ഏതായാലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ ഒരു ഉറപ്പ് വേണമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ അപൂർവങ്ങളായി സംഭവിക്കുന്ന വോട്ടെടുപ്പ് ലോക്സഭാ സ്പീക്കറുടെ കാര്യത്തിൽ നടക്കുകയാണ്. ഏതായാലും ഇപ്പോൾ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുന്നു. അതിനുശേഷം നടപടിക്രമങ്ങളിലേക്ക് പ്രോട്ടേം സ്പീക്കർ കടക്കും. സജിത്, ലോക്സഭയിൽ ഇപ്പോൾ നടപടിക്രമങ്ങളിലേക്ക് നടക്കുകയാണ്. श्री ओम बिरला जो इस सभा के सदस्य हैं उनको इस सभा के अध्यक्ष के रूप में चुना जाए. श्री नितिन जयराम गडकरी टू सेकंड द मोशन. माननीय अध्यक्ष महोदय, आदरणीय प्रधानमंत्री जी ने इस सभागृह आदरणीय अमित शाह जी ने जो प्रस्ताव रखा है उसका मैं अनुमोदन करता हूँ. श्री जादव प्रताप राव गणपत राव. महोदय, मैं प्रस्ताव करता हूं कि माननीय श्री ओम बिरला जी जो इस सभा के सदस्य हैं इनको इस सभा के अध्यक्ष के रूप में चुना जाए. श्री दत्तरे सुनील दत्तराय. I support a motion moved by Pratap Rao Jadhav. श्री चिराग पासवान. महोदय, मैं प्रस्ताव करता हूं कि श्री ओम बिरला जी जो इस सभा के सदस्य हैं को इस सभा के अध्यक्ष के रूप में चुना जाए. श्री जयंत बासुमतारी टू सेकंड द मोशन. I rise to second the move by Sri Chirag Paswan that Sri Om Birla, a member of the House, be chosen as the Speaker of the House. Thanks. श्री HD Kumaraswamy. I propose Sri Om Birla ji for the Speaker election. श्री बालाश्वरी Vallabhaneni जी as a Speaker of this House. श्री Kinjarapu Ram Mohan Naidu. माननीय अध्यक्ष महोदय, मैं ओम बिरला जी को जो इस सदन के सदस्य हैं उनको अध्यक्ष के रूप में चुना जाए, ये प्रस्ताव मैं रखता हूं. श्री लघु कृष्णा देवरायलु. डॉक्टर इंदिरा हंग सुबा टू मूव द मोशन. I rise to move the motion that Sri Om Birla, a member of this House, be chosen as the Speaker of this House. Sri Fani Bhushan Chaudhary to second the motion. Speaker sir, I second the motion. श्रीमती अनुप्रिया पटेल. अध्यक्ष महोदय,
मैं प्रस्ताव करती हूं कि श्री ओम बिरला जी जो इस सभा के सदस्य हैं उनको इस सभा के अध्यक्ष के रूप में चुना जाए। श्री किशन पाल। श्री कृष्ण पाल। उदय, मैं इसका समर्थन करता हूं। श्री अरविंद गणपत सावंत टू मूव द मोशन। Item number 12. Mic is not working. Sir, Honorable Chairman, sir, that Shri Kodikunil Suresh, a member of this House, be chosen as the Speaker of the House, sir. Thank you. Shri N.K. Premchandran to second the motion. I second the motion moved by my letter friend Shri Anand Sawan to nominate Shri K. Suresh as the Speaker. Anand Bhadauria to move the motion. महोदय, मैं प्रस्ताव करता हूं कि श्री के सुरेश जी जो इस सदन के माननीय सदस्य हैं को लोकसभा का अध्यक्ष चुना जाए। श्री तारिक अनवर टू सेकंड द मोशन। हाँ महाशय, जो प्रस्ताव अभी रखा गया है के सुरेश जी के लिए उनको सदन का अध्यक्ष चुना जाए, मैं उसका समर्थन करता हूँ। श्रीमती सुप्रिया सुले। Wait. Sir, I would like to move the motion that Shri Kodikunil Suresh, as a member of the House, to be chosen as the Speaker of the House. श्रीमती कानीमोड़ी करुणानिधि। Sir, I second the motion moved by Supriya Suleji to choose Kodikunil Suresh as the Speaker of the House. Dr. Virendra Kumar to move the motion. Shri Joel Oram to second the motion. मेरा साथी वीरेंद्र कुमार जी ने जो प्रस्ताव दिया है उसको मैं समर्थन करता हूं। Professor S.P. Singh Baghel. That Shri Om Birla, the member of this House, be chosen as a Speaker of this House. Shri Pankaj Chaudhary to second the motion. महोदय, मैं प्रोफेसर S.P. सिंह बघेल जी के प्रस्ताव का समर्थन करता हूँ। श्रीमती अन्नपूर्णा देवी to move the motion. मैं प्रस्ताव करती हूँ कि श्री ओम बिरला जो इस सभा के सदस्य हैं उनको इस सभा के अध्यक्ष के रूप में चुना जाए। श्रीमती कमलजीत शेरावत to second the motion. आदरणीय महोदय, मैं इस प्रस्ताव को सेकंड करती हूँ। I now put the motion moved by Shri Narendra Modi and seconded by Shri Rajnath Singh to the vote of the House. The question is that Shri Om Birla, a member of this House, be chosen as the Speaker of this House. Those in favor may say aye. Aye. Those against may say no. No. I think the ayes have it. The ayes have it. The motion is adopted. Shri Om Birla is declared elected as the Speaker of this House. Since the first motion moved by Shri Narendra Modi has been adopted, the motions moved thereafter have become infructuous. I invite Shri Om Birla to occupy the chair. इन्होंने डिवीजन फोर्स नहीं किया है, इसलिए we have already crossed that stage. I invite Shri Om Birla
to come up and occupy the chair. आपके चेयर है, आप संभालें प्लीज। Shri Kiren Rijiju ji. Honorable Speaker, sir, before the business could begin, I would like to thank Shri Bhartuhari Mehtab, who has discharged his duties as Speaker Pro Tem. He has completed entire proceedings of oath and affirmation very smoothly within 2 days until the election of the Honorable Speaker this morning. I profusely thank him on behalf of the government and Honorable Prime Minister also. I also thank the panel of chairpersons for their valuable contribution. I also thank the Secretary General of Lok Sabha and staff of Lok Sabha Secretariat who have completed the work within the time frame under the guidance of the Speaker Pro Tem and the panel of chairpersons. On behalf of the entire House, I thank all of them. Once again, I thank all the honorable members for your cooperation. माननीय प्रधानमंत्री जी, आदरणीय अध्यक्ष महोदय, ये सदन का सौभाग्य है कि आप दूसरी बार इस आसन पर विराजमान हो रहे हैं। आपको और इस पूरे सदन को मेरी तरफ से मैं बहुत बहुत बधाई देता हूं। आदरणीय अध्यक्ष जी, मेरी तरफ से आपको शुभकामनाएं हैं, लेकिन इस पूरे सदन की तरफ से भी आपको अनेक अनेक शुभकामनाएं। अमृत काल के इस महत्वपूर्ण कालखंड में दूसरी बार इस पद पर विराजमान होना बहुत बड़ा दायित्व आपको मिला है और आपका 5 वर्ष का अनुभव और आपके साथ हम लोगों का 5 साल का अनुभव, हम सबका विश्वास है कि आप आने वाले 5 साल हम सबका मार्गदर्शन भी करेंगे और देश की आशा अपेक्षाएं पूर्ण करने के लिए ये सदन अपना दायित्व निभाने में आपकी बहुत बड़ी भूमिका रहेगी। आदरणीय अध्यक्ष जी,
हमारे शास्त्रों में कहा गया है कि विनम्र और व्यवहार कुशल व्यक्ति सफल सहज रूप से होता है, और आपको तो उसके साथ साथ एक मीठी मीठी मुस्कान भी मिली हुई है। आपके चेहरे को ये मीठी मीठी मुस्कान पूरे सदन को भी प्रसन्न रखती है। मुझे विश्वास है आप हर कदम पर नए प्रतिमान, नए कीर्तिमान गढ़ते आए हैं। 18वीं लोकसभा में स्पीकर का कार्यभार दूसरी बार संभालना ये अपने आप में एक बड़ा नया रिकॉर्ड बनते हम देख रहे हैं। श्री बलराम जाखड़ जी वो पहले ऐसे अध्यक्ष थे जिन्होंने 5 साल कार्यकाल पूरा करके फिर दोबारा उनको स्पीकर बनने का अवसर मिला था। उसके बाद आप हैं जिन्हें 5 साल पूर्ण करने के बाद दोबारा इस पद पर हासिल होने का अवसर मिला। गत 20 साल का एक ऐसा कालखंड रहा है कि ज़्यादातर स्पीकर या तो उसके बाद चुनाव नहीं लड़े हैं या तो जीत करके नहीं आए हैं। आप समझ सकते हैं कि स्पीकर का काम कितना कठिन है कि उसके लिए दोबारा जीतना मुश्किल हो जाता है, लेकिन आप जीत करके आए हैं, इसके लिए एक नया इतिहास आपने गढ़ा। आदरणीय अध्यक्ष जी, इस सदन में ज़्यादातर हमारे सभी माननीय सांसद आपसे परिचित हैं, आपके जीवन से भी परिचित हैं, और पिछली बार मैंने इस सदन में आपके संबंध में काफ़ी कुछ बातें रखी भी थी, और मैं आज उसको दोहराना नहीं चाहता हूं, लेकिन मैं एक सांसद के रूप में और हम सभी सांसद के रूप में आप जिस प्रकार से एक सांसद के नाते काम करते हैं, ये भी जानने योग्य है और बहुत कुछ सीखने योग्य है। मुझे विश्वास है कि आपकी कार्यशैली एज ए सांसद भी हमारे जो फर्स्ट टाइमर सांसद हैं, हमारे युवा सांसद हैं, उनको जरूर प्रेरणा देगी। आपने अपने कार्यक्षेत्र में, संसदीय क्षेत्र में स्वस्थ मां और स्वस्थ शिशु एक कमिटमेंट के साथ जो अभियान चलाया है, और सुपोषित मां, इस अभियान को आपने जिस प्रकार से अपने क्षेत्र में प्राथमिकता देकर के खुद को इन्वॉल्व करके किया है, वो वाकई प्रेरक है। आपने कोटा के ग्रामीण क्षेत्रों में हॉस्पिटल ऑन व्हील्स, ये भी एक मानव सेवा का उत्तम काम, जो राजनीतिक कामों के सिवाय करने वाले कामों में आपने चुना है, वो भी अपने आप में गांव-गांव लोगों को स्वास्थ्य सेवाएं पहुंचाने में मदद कर रहा है। आप नियमित रूप से गरीबों को कपड़े, कंबल, मौसम के अनुसार छाता की जरूरत है छाता, जूते, ऐसी अनेक सुविधाएं समाज के आखिरी तबके के जो लोग हैं उनको खोज के पहुंचाते हैं। खेलों में प्रोत्साहन देना आपके क्षेत्र के युवकों में, यह आपने एक प्राथमिकता के रूप से काम उठाया है। आपके पिछले कार्यकाल में 17वीं लोकसभा में मैं कहता हूं कि संसदीय इतिहास का वो स्वर्णिम कालखंड रहा है।